ലൈവിൽ വീണ്ടും അച്ഛനമ്മമാരുണ്ടെന്നോർക്കാതെ ജിൻഡോയും സിജോയും അപ്സരയും പൊരിഞ്ഞ അടിട്ടോ. ജിൻഡോ വഴക്കുണ്ടാക്കിയത് അച്ഛനും അമ്മയും ഇരിക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ കുറേ ഒന്നും ആരും തിരിച്ച് പറയത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും സിജോയും അപ്സരയും മാക്സിമം കൺട്രോൾ ചെയ്തു. എന്നിരുന്നാലും അവർ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് ടു ഫിനാലേക്കുള്ള ബോണസ് ടാസ്ക് ആണ് നടത്തിയത്, തലവണ നിർമ്മാണം. അതിൽ ജഡ്ജായിട്ട് പോയത് ജിൻഡോ ആണ്. അത് നമ്മുടെ ടണൽ ടീമിലാണല്ലോ സിജോയും അപ്സരയൊക്കെ ഉള്ളത്. അവർ ചെയ്ത ഈ ഒരു തലയണകളൊന്നും കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് 9 തലയണ ഉണ്ടായിരുന്നു. 9 തലയണയും ജിൻഡോ റിജക്റ്റ് ചെയ്തു. ജിൻഡോ പറഞ്ഞു ഇത് കിടക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇത് ഒട്ടും പഞ്ഞിയില്ല, ഒട്ടും ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ജിൻഡോയുടെ ടീമിലോട്ട് പോയത് അഭിഷേകായിരുന്നു. ജിൻഡോയുടെ ടീം എന്ന് പറയുന്നത് ഡെന്നാണ്. നന്ദനയും റസ്മിനുള്ള ടീം. നന്ദനയും റസ്മിനും നന്നായിട്ട് സോപ്പിട്ട് അഭിഷേകിനെ വീഴ്ത്താനായിട്ട് നോക്കി. അഭിഷേക് സാർ പ്ലീസ് സാർ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി കുഴഞ്ഞൊക്കെ ജഡ്ജിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ അഭിഷേക് സിഗ്മ ആയതുകൊണ്ട് ഒരു സ്വാധീനത്തിലും വീണില്ല. അവരുടെയും എല്ലാ തലോണകളും അഭിഷേക് റിജക്റ്റ് ആക്കി. പീപ്പിൾസ് ടീം, അതായത് സ്ത്രീകൾ മാത്രമുള്ള അൻസിബയുടെയും നോറയൊക്കെ ഉള്ള ടീമിലോട്ട് പോയത് സായി ആണെങ്കിൽ പീപ്പിൾസ് ടീമിൻ്റെ ഒരെണ്ണം എടുത്തു കേട്ടോ, ഒരെണ്ണം അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീധുവാണ് പോയത് നമ്മുടെ അർജുൻ്റെയും ജാസ്മിൻ്റെയൊക്കെ ഗ്രൂപ്പായിട്ടുള്ള നെസ്റ്റിലോട്ട്. ശ്രീധുവിനെ പോലെ ക്യൂട്ടാണ് തലയണകൾ എന്നൊക്കെ പറഞ്ഞ് അർജുൻ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ടുണ്ട്. അർജുനെയും നമ്മുടെ ജാസ്മിനെയും നോക്കിക്കേ, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറ്റൊരു കോംബോ ഒക്കെ ഉള്ളതാണോ എന്നറിയില്ല. എന്നിരുന്നാലും അവിടെ വലിയ അടി നടക്കുമ്പോൾ അവർ പറക്കെ എന്നുള്ള പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കുമായിരുന്നു. ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞ പിന്നെ ശ്രീധു കുറച്ച് അകലം അർജുൻ്റെ അടുത്ത് നിന്ന് പാലിക്കുന്നുണ്ട്. അത് മുതലെടുക്കുവാണോ ജാസ്മിൻ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്താണെങ്കിലും അവരുടെ ഒരു തലോണയും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് പീപ്പിൾസ് ടീമും അതുപോലെ തന്നെ അർജുൻ്റെയും ജാസ്മിൻ്റെയൊക്കെ ഋഷിയുടെയൊക്കെ നെക്സ്റ്റ് ടീമും ആണ്.